ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ സീരീസ് തുടങ്ങിയാലോ എന്നാണ് ആലോചിച്ചത്. വേർഡ് പാഡ് മീൻസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുക്കും അല്ലേ, ആ പെർട്ടിക്കുലർ ഇപ്പോൾ അനിമൽസ്, ലോകത്തുള്ള എല്ലാ അനിമൽസിൻ്റെയും എല്ലാ ബേർഡ്സിൻ്റെയും ഒന്നും പേര് നമുക്കറിയില്ലായിരിക്കും. അപ്പോൾ എ ടു ഇസഡ് ലെറ്റേഴ്സ് എടുത്തിട്ട് അതിൽ എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിൽ ഓരോ അനിമലിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിവുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേർഡ് പാഡ്, അതായത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്തിട്ട് ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വേർഡ്സും എനിക്കറിയാവുന്ന മാക്സിമം, അല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാക്സിമം വേർഡ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീവ്. നമുക്കറിയാലേ, നമ്മൾ ലീവ് എടുക്കാറുണ്ട്, ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാറുണ്ട്, നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് ലീവ് എടുക്കാറുണ്ട്, അങ്ങനെ നമ്മൾ ലീവ് എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും എടുക്കുന്ന ലീവുകൾ ഏത് പേരിലാണെന്നോ ഓക്കെ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്ക് വന്നു, എനിക്ക് എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ലീവ്സ് അല്ലെങ്കിൽ അവധികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുകയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ജോലി സ്ഥലത്ത് വച്ചിട്ട് നമുക്കൊരു അപകടം സംഭവിക്കുകയും അതിലൂടെ നമുക്ക് ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അവധിയാണ് ഡിസബിലിറ്റി ലീവ് എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത് വരുന്ന ലീവ് എന്ന് പറയുന്നത് അഡീഷണൽ ലീവ് എന്ന് പറയുന്നത്, അധികമായിട്ട് നമ്മൾ എടുക്കുന്ന ലീവാണ്. നമ്മൾ ഒരു 2 ദിവസം ലീവ് എടുത്തത് കൂടാതെ നമുക്ക് 2 ദിവസം കൂടി കൂടുതൽ ലീവ് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു അവധി എടുക്കുന്ന സാഹചര്യത്തിൽ എടുക്കുന്നതാണ് അഡീഷണൽ ലീവ് അഥവാ അധിക അവധി. അടുത്തത് മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹാഫ് പേ ലീവ്, അർദ്ധവേതന അവധി. അതായത് നമ്മളൊരു ഹാഫ് ഡേ ലീവ് എടുക്കും എന്ന് പറയില്ല, അത് തന്നെയാണ് സംഭവം. നമ്മൾ ഉച്ചവരെയൊക്കെ ജോലി എടുത്ത് കഴിയുമ്പോൾ അന്നത്തെ ദിവസത്തെ ഡെയിലി വേജസ് ഒക്കെ ആണെങ്കിൽ ഉച്ചവരെയുള്ള എമൗണ്ട് നമുക്ക് തരും, ഉച്ചയ്ക്ക് ശേഷമുള്ളത് ഉണ്ടാവില്ല. അതാണ് ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത്. അടുത്തത് ഏൺഡ് ലീവ് എന്ന് പറയുന്നത് ആർജിതാവധി എന്ന് പറയും. ഏൺഡ് ലീവ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നതിലൂടെ സമ്പാദിക്കുന്ന അവധി. നമ്മളൊരു 1 വീക്കിൽ നമുക്ക് ഒരു ദിവസം ഓഫ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, നമ്മൾ ആ ദിവസവും കൂടി വർക്ക് ചെയ്തിട്ട് ഓഫ് എടുക്കാതെ ആ ദിവസം കൂടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീക്കിലേക്ക് ചിലപ്പോൾ 2 ദിവസം ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലീവാണ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് ഹോസ്പിറ്റൽ ലീവ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ എടുക്കുന്ന നമ്മൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്നൊക്കെ കിട്ടുന്ന ലീവാണ് ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത്. മെഡിക്കൽ ലീവാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്ന കഴിയുമ്പോൾ ഓക്കെ, പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവും, അല്ലെങ്കിൽ നമുക്ക് ലീവ് സാങ്ഷൻ ആവും. അപ്പോൾ അതാണ് ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പൻസെറ്ററി ലീവ് എന്ന് പറയും. കോമ്പൻസെറ്ററി ലീവ് എന്ന് പറയുന്നത് നഷ്ടപരിഹാര അവധി. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഞായറാഴ്ച നമുക്ക് അവധിയാണെങ്കിൽ നമ്മൾ ഞായറാഴ്ചയും വർക്ക് ചെയ്തിട്ട്, പിന്നെ അവധി ഗവൺമെൻറ് ജോലിക്കാരുടെയൊക്കെ, പ്രധാനമായിട്ടും ഗവൺമെൻറ് എംപ്ലോയീസിനാണ് ഈ ഒരു പ്രാധാന്യം വരുന്നത് കേട്ടോ. പൊതു അവധികൾ ഉണ്ടാവില്ല. ഈ പൊതു അവധിയുള്ള ദിവസങ്ങളിലും അവർ വർക്ക് ചെയ്യും. ഓക്കെ, അവർ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് അവർ വേറൊരു ദിവസം അതിന് പകരമായിട്ട് ഒരു ദിവസം ലീവ് കിട്ടും. അതിനെയാണ് കോമ്പൻസെറ്ററി ലീവ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് നിയന്ത്രിത അവധി അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എന്നാണ് പറയുന്നത്, നിയന്ത്രിത അവധി. അപ്പോൾ ഈ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എന്ന് പറയുന്നത് ഈ ജീവനക്കാർക്ക് വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ, ഏതെങ്കിലുമൊക്കെ ചില ദിവസങ്ങൾ നിയന്ത്രിത അവധിയായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ലിസ്റ്റ് ഔട്ടിൽ നിന്നിട്ട് നമുക്ക് ചില ദിവസങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം പറ്റും. അങ്ങനെ എടുക്കുന്ന ഹോളിഡേയ്സ് ആണല്ലോ, അങ്ങനെ എടുക്കുന്ന ലീവുകളാണ് നിയന്ത്രിത അവധി അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ഡേയ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കും ഓരോ വർഷവും, റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ് ആണെന്ന് പറഞ്ഞിട്ട്. ആ റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സിൽ നിന്നിട്ട് നമുക്ക് ഒരു 3-4 ദിവസം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെയുള്ളതിനെയാണ് റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അടുത്തത് കമ്മ്യൂട്ടഡ് ലീവ് അല്ലെങ്കിൽ പരിവർത്തന അവധിയാണ്. കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് 2 ഹാഫ് പേ ലീവ്സിനെ ഫുൾ പേ ലീവാക്കി മാറ്റുന്ന രീതിയാണ് കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത്. അതായത് 2 ഹാഫ് പേ ലീവ്സ് ഒരു ഫുൾ പേ ആയിട്ട് മാറ്റും. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹാജരാക്കേണ്ടി വരുമെങ്കിൽ മാത്രമേ കമ്മ്യൂട്ടഡ് ലീവ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് 2 ഹാഫ് പേ ലീവ്സ് എടുത്തിട്ട് ഒരു ഫുൾ പേ ലീവായിട്ട് കാണുന്നു. ആ ഒരു സിസ്റ്റമാണ്, ആ ഒരു രീതിയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട്
പഠനാവധി. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം പഠനാവധി എന്താണെന്നുള്ളത്. പഠനാവധി എന്താ? സ്റ്റഡി ലീവ്. പണ്ട് മുതൽ നമ്മൾ പഠിച്ചിരുന്ന കാലം മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് സ്റ്റഡി ലീവ്. എക്സാമിൻ്റെ തലേദിവസമൊക്കെ നമുക്ക് സ്റ്റഡി ലീവ് കിട്ടാറുണ്ടല്ലേ. സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആസ് യൂഷ്വൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിക്കും. നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റിട്ട് വിചാരിക്കും കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, ബുക്ക് മാറ്റി വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് ബുക്ക് എടുത്തിട്ട് പറയും മണി 11 ആയുള്ളൂ, നമുക്കൊരു 2 മണിയാകുമ്പോൾ പഠിക്കാം. പിന്നെ 2 മണി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 2 മണി വരെ ഇങ്ങനെ അങ്ങനെയൊക്കെ നടക്കും. 2 മണിയാകുമ്പോൾ വന്ന് ബുക്ക് എടുത്ത് കുറച്ച് നേരം ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. അപ്പോൾ വിചാരിക്കും 2 മണിയല്ലേ ആയുള്ളൂ, 4 മണിയൊക്കെ പഠിക്കാതിരിക്കാമല്ലോ, പിന്നെ ഒരുപാട് സമയം ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ 4 മണിയായി, 8 മണിയായി, 10 മണിയാകുമ്പോൾ വെപ്രാളം തുടങ്ങും പിറ്റേ ദിവസം എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ ഇരുന്നൊരു വായനയായിരിക്കും. എന്നാൽ എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. അതാണ് സ്റ്റഡി ലീവ് അല്ലെങ്കിൽ പഠനാവധി എന്ന് പറയുന്നത്. അടുത്തത് വന്നിട്ട് പ്രസവാവധി. മെറ്റേണിറ്റി ലീവ്. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അല്ലേ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. പ്രത്യേകിച്ചും കൂടുതലും ഗവൺമെൻറ് എംപ്ലോയീസിന് നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അവർക്കാണ് ഏറ്റവും പോസിബിളായിട്ട് മെറ്റേണിറ്റി ലീവ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രസവാവധി അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ലീവ്, പ്രത്യേക അവധി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള അവധി എടുക്കാൻ കിട്ടുന്ന ചാൻസസ് ഉണ്ടായിരിക്കും അല്ലേ. അതെപ്പോഴും കിട്ടില്ല. അത്രയും അടിയന്തരമായിട്ട് ചില പ്രത്യേകമായുള്ള സാഹചര്യങ്ങളിൽ കിട്ടുന്നതാണ്. അതാണ് സ്പെഷ്യൽ ലീവ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ കാഷ്വൽ ലീവ്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള അവധിയെയാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ ചില സർക്കാർ അംഗീകൃത സ്ഥലങ്ങളിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിന്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് കൊടുക്കുന്ന അവധിയാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മുൻകൂർ അവധി, ലീവ് നോട്ട് ഡ്യൂ. സാധാരണ മുൻകൂർ അനുമതി ലഭിക്കുന്നത് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്താണ് അനുവദിക്കുന്നത്. അതായത് ഇപ്പോൾ ആവശ്യത്തിന് ഹാഫ് പേ ലീവ് ഇല്ലെങ്കിലും ഇനി വരാൻ പോകുന്ന ഹാഫ് പേ ലീവിനെ കണ്ടുകൊണ്ട് അനുവദിക്കുന്ന അവധി. അത് നമുക്ക് ഈ പറയും പോലെ കൂടുതലും പ്രിഫറൻസ് ഹോസ്പിറ്റൽ കേസ്, ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമേ അനുവദിക്കാറുള്ളൂ. അതായത് ഹാഫ് പേ ലീവ് ആവശ്യത്തിനില്ലെങ്കിൽ പോലും പിന്നീട് ഹാഫ് പേ ലീവ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്ന ചാൻസസിനെ നോക്കിയിട്ട് കൊടുക്കുന്ന അവധിയാണ്. അപ്പോൾ അത്രയും അർജൻറ്റായിട്ടുള്ള കേസുകൾക്ക് മാത്രമേ മുൻകൂർ അവധികൾ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായ രീതി ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് കാഷ്വൽ ലീവാണ്. കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ലീവാണ്. അതായത് വീട്ടുകളിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലീവിനെയാണ് കാഷ്വൽ ലീവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് ലീവ് വിത്തൗട്ട് അലവൻസ്. അപ്പോൾ ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഡെയിലി വേജസ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അലവൻസ് എന്തുണ്ടാവില്ല. നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പം പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു മാസം ഇത്ര രൂപയാണെങ്കിൽ അത്ര രൂപ ഉണ്ടാവും അല്ലേ. ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഡെയിലി വേജസ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ശമ്പളം കട്ടാവും. അതാണ് ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അക്യുമുലേറ്റഡ് ലീവാണ്. അക്യുമുലേറ്റഡ് ലീവ് എന്ന് പറയുന്നത് ഈ വർഷം നമുക്കൊരു 15 ലീവ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 15 ലീവിൽ നമ്മൾ 10 മാത്രമേ എടുത്തിട്ടുള്ളൂ, 5 നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഈ 5 നമുക്ക് അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും ആ ലീവ്സിനെ. അങ്ങനെയുള്ള ലീവുകളെയാണ് അക്യുമുലേറ്റഡ് ലീവ് അല്ലെങ്കിൽ സഞ്ചിത അവധി എന്ന് പറയും. സഞ്ചിത അവധി. അടുത്തത് ഓർഡിനറി ലീവാണ്. ഓർഡിനറി ലീവും ആസ് യൂഷ്വൽ നമുക്കറിയാവുന്നതുപോലെ സാധാരണ ആൾക്കാർ സാധാരണയായി എടുത്തു വരുന്ന ലീവാണ് ഓർഡിനറി ലീവ്സ് എന്ന് പറയുന്നത്. അതും വേറെ പ്രത്യേകിച്ച് നമുക്ക് വിശദീകരിക്കാൻ ഒന്നുമില്ല. അതിനുശേഷം ഉള്ളത് മേലധികാരികളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ പെട്ടെന്നൊരാവശ്യത്തിന് ലീവ് എടുക്കുന്നെങ്കിൽ അതിനെയാണ് ഓതറൈസ്ഡ് ആബ്സെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുകളിൽ ഒരാളുണ്ടാവില്ലേ, അയാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എടുക്കുന്ന ലീവിനെയാണ് ഓതറൈസ്ഡ് ആബ്സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലീവ് അഥവാ അവധികളെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം. അല്ലെങ്കിൽ ഞാൻ വിശദമായിട്ട് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ലീവ്സിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.